Hello guys, welcome back to our channel. This is Sanjay from the Twins channel. So today, പ്രതിച്ഛായ ട്രെയിലർ, നിവിൻ പോളിയുടെ മൂവി ട്രെയിലർ റിലീസായിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല, ഒന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് ടുഡേ മോർണിംഗ് വെൻ ഐ വോക്ക് അപ്പ് ഇങ്ങനൊരു സംഭവം കണ്ടു. സോ നമുക്ക് പെട്ടെന്ന് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാം. നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്നത് എൻ്റെ വിജയകഥ കേൾക്കാനാണ്. പൊളിറ്റിക്കൽ മൂവിയാണെന്ന് തോന്നുന്നു. ആം ഐ സക്സസ്ഫുൾ? വിജയം ചിലപ്പോൾ നിങ്ങളുടെ ഡെസിഗ്നേഷൻ ടാഗോ പേ പാക്കേജൊക്കെ ആയി ഡിഫൈൻ ചെയ്യപ്പെടാം. ഓക്കെ, പക്ഷേ അത് അങ്ങനെയാണോ? ഗാന്ധിജിയും നെഹ്റുവും EMSും AKജിയും വിജയിച്ചവരാണോ അതോ പരാജയപ്പെട്ടവർ? പുള്ളി മോട്ടിവേഷണൽ സ്പീക്കറാണോ? മന്ത്രിസഭാ ഫോർമേഷനിൽ പല ഇക്വേഷൻസും ഉണ്ട്. ജാതി, മതം, നിർണായക ശക്തികളുമായിട്ടുള്ള ബന്ധങ്ങൾ, അങ്ങനെ പലതിൻ്റെ മുകളിലാണ് ഞങ്ങളെല്ലാം കസേരയും വലിച്ചിട്ടിരിക്കുന്നത്. മാർക്കറ്റിന് ഡിമാൻഡ് അനുസരിച്ച് വിഗ്രഹങ്ങളെ സൃഷ്ടിക്കുന്നതും തകർക്കുന്നതും നിങ്ങളാണ്. വർഗീസേ, 2 സീറ്റ് ഭൂരിപക്ഷത്തിന്റെ നെടുപ്പിന് ഒരു മര്യാദയൊക്കെ വേണം കേട്ടോ. പിന്നെ കറപ്ഷനായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണല്ലോ. ഒരു എന്താണ്, ഇലക്ഷൻ സമയമാകുമ്പോഴത്തേക്കും ഒരു ഇങ്ങനെ പൊളിറ്റിക്കൽ ബേസ്ഡ് ഒരു മൂവി, അത് ഞാൻ ഇന്ന് വീഴുമെന്ന പരക്കെ പറച്ചില്ല. മടിയിൽ കനവില്ലാത്തവന് വഴിയിൽ പേടിക്കണ്ടല്ലോ. ലോകം നമുക്ക് പുറത്ത് അത് കനയില്ലാത്തവന് ഇപ്പോൾ ഉള്ള എല്ലാവർക്കും നല്ല കനമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള എല്ലാവർക്കും അത്യാവശ്യം കനമുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് കനമുണ്ട്. ആർക്കും അങ്ങനെ കനയില്ലാത്ത രാഷ്ട്രീയക്കാർ കുറവാണ്. അതിന് ഏത് പാർട്ടിയാണെങ്കിലും ശരി, എല്ലാവരെയാണ് കേട്ടോ, എല്ലാവരും ചേർത്ത് തന്നെ പറയുന്നത്. അതിനകത്തൊന്നും സമ്പാദിച്ചു കൂടാത്ത ആൾക്കാർ ആരാ ഉള്ളത്? പാരമ്പര്യ സ്വത്തില്ലാതെ ഒരൊറ്റ ജനറേഷൻ കൊണ്ട് 200 കോടി 300 കോടി 500 1000 കോടിയൊക്കെ ആസ്തി ഉണ്ടാക്കുമ്പോഴത്തേക്കും അതെല്ലാം വേറെ ബിസിനസ് ചെയ്തൊന്നും അതൊന്നും ഇതിന്റെ ഭാഗമല്ല. എന്തേലും ആവട്ടെ, നമ്മൾ വെറുതെ പൊളിറ്റിക്സ് പറഞ്ഞ് എന്നെ കോടതിയിൽ ഹാജരാക്കണം. എനിക്ക് 164 കൊടുക്കണം. പുള്ളിക്കാരുടെ പേര് ആനഗസ്റ്റിൻ എന്നല്ല, അതാണ്. ക്യാമറ ലൈറ്റിംഗ് ഒന്നും രക്ഷയില്ല കേട്ടോ. ഫ്രെയിംസ് എല്ലാം അടിപൊളി. സാറിന് അവനെ പറ്റിയല്ല അറിയാം, എന്നെ പറ്റിയൊന്നും അറിയില്ലല്ലോ. എന്നെ പറ്റിയോ? പോലീസ് ഉടനെ റിയാക്ട് ചെയ്യരുത്. ചാനലും സോഷ്യൽ മീഡിയയും കത്തണം. രാഷ്ട്രീയത്തിൽ ഇപ്പോൾ വ്യക്തികളില്ല, പ്രതിച്ഛായകൾ മാത്രമേ ഉള്ളൂ. പ്രതിച്ഛായ സാർ കേൾക്കും. പ്രതിച്ഛായ, നിവിൻ പോളിയുടെ ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പുള്ളിക്ക് ഭയങ്കര ഒരു ഇന്നസെന്റ് ഫേസ് ആണ്. അതായത് ആ ഒരു കുട്ടിത്തോളം ഒരു ഫേസ് ആണ്. ലൈക്ക് ഇപ്പം റീസെൻ്റ്ലി അഭിനയിച്ച സർവന്മായ പോലുള്ള മൂവീസിനെ കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പക്ക പറ്റിയ മെറ്റീരിയലാണ് പുള്ളി. നേരത്തെ പ്രേമം സമയത്ത് കുറച്ച് ആ ഒരു റഫ് ആൻഡ് ടഫ്, ആ ഒരു മെലിഞ്ഞിരുന്ന ഫ്രെയിമിന് ആ ഒരു ഇതുണ്ടായിരുന്നെങ്കിലും പുള്ളിയുടെ ഇപ്പോഴത്തെ ഒരു ഫ്രെയിമിന് ഐ മീൻ ലൈക്ക് മെലിഞ്ഞിരുന്നെന്ന് പറഞ്ഞാൽ ലൈക്ക് കമ്പാരിറ്റീവ്ലി ആ ഒരു വെയിറ്റ് ഒക്കെ കുറഞ്ഞ് അങ്ങനെ ഇരുന്നപ്പോഴത്തേക്കും ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ വൈബും ആ ഒരു ഫിയേഴ്സ് ലുക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ പുള്ളിയുടെ ചബി ചിക്സും അങ്ങനത്തെ ആ ഒരു ഇത് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ ആ ഒരു എന്താണ് ഭയങ്കര ഇന്നസെൻസ് തോന്നുന്നുണ്ട്. ചില ക്യാരക്ടേഴ്സ് പുൾ ഓഫ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. അതേസമയം ടൊവിനോ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് എല്ലാം നല്ല അടിപൊളിയായിട്ട് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് നല്ല രീതിയിൽ ഐ മീൻ ലൈക്ക് ക്യാരി ഔട്ട് ചെയ്യാൻ പുള്ളിയെ കൊണ്ട് പറ്റുന്നുണ്ട്. നമ്മുടെ മൂവി ട്രെയിലറിനകത്ത് ഇത്രയേ ലൈക്ക് നോട്ടീസബിൾ ആയിട്ട് വേറെ ഒന്നുമില്ല. കാരണം ഒരു സിസ്റ്റത്തിനകത്ത് വർക്ക് ചെയ്യുന്നു, ചിലപ്പോൾ അതിനകത്ത് അഴിമതികളോ കാര്യങ്ങളോ കണ്ടിട്ട് അതിന് അഗൻസ്റ്റ് ആയിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങുന്ന ഒരു ചെറുപ്പക്കാരൻ. അതായിരിക്കും ഒബ്വിയസ്ലി, അങ്ങനെയാണല്ലോ ഇതിൻ്റെ ഒരു ഇത് വർക്ക് ചെയ്യുന്നത്. എക്സെപ്ഷണലായിട്ട് വളരെ ഡിഫറെൻറ്റ് സ്റ്റോറി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരിക്കും എന്നൊന്നും പറയാനൊന്നും പറ്റത്തില്ല. ക്ലീഷേ പരിപാടി തന്നെ ആയിരിക്കണം. ലൈക്ക് ദീസ് ആർ ഓൾ സ്പെക്കുലേഷൻസ്. നമുക്ക് ട്രെയിലർ കണ്ടതെന്ന് വെച്ചിട്ട് നമുക്ക് എന്താണെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല. സോ ദിസ് ഈസ് വാട്ട് ലൈക്ക് ഐ അണ്ടർസ്റ്റുഡ് ഫ്രം ദ ട്രെയിലർ. പിന്നെ പൊളിറ്റിക്സ് നമ്മൾ അധികം ഡിസ്കസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതിനകത്ത് പക്ഷെ പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഇപ്പം മടിയിൽ കനയില്ലാത്തവന് എന്ന് പറഞ്ഞ ആ ഒരു ഇതിലാണ് ഞാൻ റെസ്പോണ്ട് ചെയ്തത്. അതൊക്കെ ചുമ്മയാണ്. നമ്മുടെ നാട്ടിൽ കാശ് സമ്പാദിക്കാൻ പറ്റിയ ഏറ്റവും നല്ല മാർഗം ഇതിനകത്ത് എന്തെങ്കിലും ആയിപ്പെടുക എന്നുള്ളതാണ്. സീരിയസ്ലി
ലൈക്ക് ആൾക്കാർക്ക് കണ്ണടച്ചുകൊണ്ട് എന്ത് വേണമെങ്കിലും പറയാം, ഇങ്ങനല്ല അങ്ങനെയല്ല എന്നൊക്കെ പറയാം. പക്ഷെ ഇതിനകത്ത് വന്ന് മിനിമം ഒരു എന്തെങ്കിലും ഒരു സ്ഥാനത്ത് ഇരുന്നവരെല്ലാം രക്ഷപ്പെട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ലൈക്ക് അവർക്ക് അതിൻ്റെതായ സാമ്പത്തികമായിട്ടുള്ള മെച്ചവും ഒരൊറ്റ ജനറേഷൻ കൊണ്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ ആസ്തിയൊക്കെ ചില ആൾക്കാർ സമ്പാദിച്ചെടുത്തെന്ന് പറഞ്ഞാൽ ഇതൊന്നും ജനറേഷണൽ വെൽത്ത് ഒന്നും അല്ല. അവരെ പാരമ്പര്യമായിട്ടുള്ള സ്വത്തോ അല്ലെങ്കിൽ അവർ ആ സമയം കൊണ്ട് സമ്പാദിച്ചെടുത്ത സ്വത്തൊന്നുമില്ല. അവർ ജീവിതകാലം മൊത്തം അവർ ചെയ്ത ഈ ജനസേവനം എന്ന് പറയുന്ന പരിപാടിയാണ്. പക്ഷെ അതൊന്നും അവർ കോടികളാണ് അവർ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. സോ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ആൾക്കാരിങ്ങനെ വീണ്ടും ഒരേ ആൾക്കാർക്ക് തന്നെ ഇങ്ങനെ വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാൻ ഇതിനകത്തൊരു കാര്യം പറയാം. നമുക്ക് ഏത് പാർട്ടി എന്നുള്ളതല്ല, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടക്കുന്ന ഈ പോലീസുകാരെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇഷ്യൂസും, പോലീസുകാർ ഭയങ്കര വയലൻ്റ് ആവുന്നു, ഇപ്പോൾ ഈ പ്രത്യേക ആക്ഷനുകളും, പിന്നെ മറ്റേ പോലീസുകാരുടെ പ്രത്യേക ആക്ഷനും രക്ഷാപ്രവർത്തനമൊക്കെ നടക്കുമ്പോഴത്തേക്കും അതിന് ജലം സൈലൻ്റായി പോകുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബിക്കോസ് വെൻ ദ സിസ്റ്റം ഈസ് ടു പവർഫുൾ, ആ സിസ്റ്റത്തിന് അത്രയും പവറുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജനങ്ങൾ പ്രതികരിക്കുന്നില്ല ഇതിനൊന്നും. ലൈക്ക് ഇതിങ്ങനെയൊക്കെയാണ് ഓക്കെ, അവർ ഇങ്ങനെ ഈ ചെടിച്ചട്ടി കൊണ്ട് തലയടിച്ച് പൊളിച്ചിരുന്നാലും അതൊരു രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് അത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആയിപ്പോയി നമ്മളുടെ, മനസ്സിലായി. പക്ഷെ അതങ്ങനെയല്ല, ഇറ്റ്സ് എ ക്രൈം അവിടെ ചെയ്തേക്കുന്നത്. ഇറ്റ്സ് സംതിങ്. നമ്മളിപ്പോൾ ഞാൻ ചെന്ന് അങ്ങനെ ഒരാളെ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന ക്രൈം അല്ലാതെ ആവും. ഞാൻ രക്ഷാപ്രവർത്തനം എങ്ങനെയാവുന്നത്? നമ്മൾ വിശ്വസിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ത് തെറ്റ് ചെയ്തിരുന്നാലും അത് കണ്ണും അടച്ചുകൊണ്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് സിസ്റ്റം വുഡ് ബി എ ഫെയിലിയർ. എനിവേസ് നമ്മൾ അതിൽ കൂടുതലായിട്ടൊന്നും കിടക്കുന്നൊന്നുമില്ല. സോ I'll see you guys next time. അടുത്ത ട്രെയിലർ, അടുത്ത ടീസർ ആയിട്ട് ഉടനെ മൂവി റിയാക്ഷൻ ഉടനെ തന്നെ വരുന്നതാണ്. സോ I'll see you guys next time. Bye.